ദൈവാത്മ ശക്തമായിട്ട് പറയുന്നു, വ്യത്യസ്ത രാജ്യങ്ങളുടെ ഭാഷ ദൈവം ഇതിനകത്ത് പലതിനെ നാവിന്മേൽ കൊടുക്കുക. വ്യത്യസ്ത രാജ്യക്കാരുടെ ഭാഷക്കാരുടെ ഭാഷ ഇതിനകത്ത് ഒന്നല്ല രണ്ടല്ല അനേക വ്യക്തികളുടെ ഈ സമയം പകരപ്പെട്ടുകൊണ്ടിരിക്കുക. വീണ്ടും കർത്താവിനോട് പറയുന്നു, ചില അന്യഭാഷകൾ പ്രസംഗിക്കാൻ പോകുക. ചില രാജ്യക്കാർക്ക് തിരിച്ചറിയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കും. നിലകളിലും നമ്മെ ഉപയോഗിക്കുന്നവനാ ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ആ ചർച്ചിലൊക്കെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരോട് പറഞ്ഞു, ഏലിയാവിന്റെ ആൾക്കാരാ നിങ്ങൾ. പ്രൈസ് ഗോഡ്. പക്ഷെ നാം യേശുവിന്റെ ആൾക്കാരാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും. ആമേൻ. പറഞ്ഞതിന്റെ അർത്ഥം, ഇതിനകത്തുനിന്ന് അഭിഷേകം പ്രാപിച്ച 2-3 പേര് ഗദഗ് എന്ന് പറയുന്ന കർണാടകയുടെ ഏറ്റവും വലിയ സംസ്ഥാനത്തിൽ ചെന്നാൽ മഴ നിന്നു പെയ്യും. പ്രൈസ് ഗോഡ്. അവിടെ പച്ചിപ്പ് വെളിപ്പെടാൻ തുടങ്ങും. ആത്മീയ പുഷ്ടിപ്പ് മാത്രമല്ല, ദേശത്തെ ദൈവം അനുഗ്രഹിക്കും. അതിനുള്ള ഒരു വലിയ അഭിഷേകം എൻ്റെ തലമേലുള്ളത് എൻ്റെ ഉള്ളങ്കാൽ വഴി ഇവിടെ ചോർന്നു പോകത്തില്ല. അതെൻ്റെ മേൽ തങ്ങി നിൽക്കാൻ പോകുക. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാ ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. സ്തോത്രം. ഞാൻ പറഞ്ഞത്, നാം പ്രാപിക്കുന്ന അഭിഷേകത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തിയുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, സ്തോത്രം. ആമേൻ. കേരളത്തിന് പുറത്ത് ഇതുപോലെ ഒരു സംസ്ഥാനത്ത്, സ്തോത്രം, ആമേൻ, ഏറ്റവും നിലയിൽ പൊട്ടിത്തകർന്നു കിടക്കുന്ന ഒരു സ്ഥാപനം. വർഷങ്ങളായിട്ട് അവർക്ക് വലിയ പ്രതിസന്ധിയാ, വർഷങ്ങളായിട്ട് പ്രശ്നമാ, കടം കയറി, ആമേൻ, സ്തോത്രം, തകർന്ന് മുടിഞ്ഞ് തരിപ്പണമായി കിടക്കുന്നതാ. സ്തോത്രം. ആമേൻ. പ്രാർത്ഥിക്കുവാൻ പോയ വഴിക്ക് ഞങ്ങൾ അവിടെ ചെന്നു. 60-ൽ പരം വർഷമായി തുടങ്ങിയ സ്ഥാപനമാണ്. ഒരു ഉദ്ധാനവുമില്ല. അവർ കട തുറന്നു വെക്കും, മറ്റു കടകളിലെല്ലാം ആൾത്തിരക്കുണ്ട്, അവരുടെ കടയിൽ ആരും കയറത്തില്ല. സ്തോത്രം. ഇപ്പൊ ഇതെന്തോ പറവാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നതുകൊണ്ട് ഞാൻ പറയും. ഞാൻ ചോദിച്ചു, ദൈവം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ഇവർക്കുണ്ട്? കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, സ്തോത്രം ചെയ്ത് ഒരു 100 രൂപ കൊടുത്ത് ഇവിടുന്ന് സാധനം മേടിച്ചോണ്ട് പോകും. ഞാൻ നോക്കി, അവിടെ പൂത്തിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. ആമേൻ. സ്തോത്രം. നല്ല പച്ച നോട്ട് കൊടുത്ത് പൂത്തിരുന്ന കുറെ സാധനം ഞാൻ മേടിച്ചു. പ്രൈസ് ഗോഡ്. ഞാൻ സ്തോത്രം പറഞ്ഞു മേടിച്ച കൊടുത്ത നോട്ട് അവന്റെ കാശിന്റെ പെട്ടിയിൽ വീണ അപ്പോൾ മുതൽ ആ കടയിൽ ആളെ തിരക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. ദൈവം ആമേൻ, സ്തോത്രം, ബിസിനസ് സ്ഥാപനത്തിന് കെട്ട് അന്ന് പകൽ പൊട്ടിക്കാനിടയായി. നമ്മുടെ പോക്കറ്റിൽ നിന്ന്, ആമേൻ, സ്തോത്രം, നാം കൊടുക്കുന്നത് വാങ്ങുന്നവൻ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ഗോഡ്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? കാരണം ആമേൻ, നമ്മുടെ മേൽ വെളിപ്പെടുന്ന അഭിഷേകം ഏതു മണ്ഡലത്തിലും വെളിപ്പെടുന്നതാ. അതുകൊണ്ട് അത് പ്രാപിക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് തിരിച്ചറിയുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആക്ഷരികമായ ചിലയിടങ്ങളിൽ പിശാചിനെ കാണാൻ സ്തോത്രം ഇടയാകാറുണ്ട്. റാന്നിയിൽ ഒരു സ്ഥലത്ത്, സ്തോത്രം, ഞങ്ങൾ ശുശ്രൂഷയ്ക്കായി ചെല്ലുന്ന സമയത്ത് ജനലിന്റെ അരികിൽ നിന്ന് ഒരാൾ കരയുന്നു. ഞങ്ങളൊക്കെ ഒരു സ്ത്രീയാണ്. ഈ കരച്ചിൽ ശ്രദ്ധിച്ചപ്പോൾ അവൾ പറയുകയാണ്, ഇവരകത്തുള്ളത് കൊണ്ട് എനിക്കകത്ത് കയറാൻ പറ്റുന്നില്ല. റിയലി കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക. സ്തോത്രം. ജനലിൻ്റെ അരികിൽ നേങ്ങലടിച്ചൊരു സ്ത്രീ കരയുക. ഞങ്ങൾ അവരോട് ചോദിച്ചു, സിസ്റ്റർ, ഇവിടെ എങ്ങനെ വല്ല പ്രശ്നം? അവർ പറഞ്ഞു, ഇതിനകത്തൊരു സ്ത്രീയുണ്ട്, വർഷങ്ങളായിട്ട് ഈ കുടുംബത്തിലുള്ള ശാപമാണ്. അന്നത് ആ ഭവനത്തെ വിട്ടുമാറി. ഞങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, ഞങ്ങൾ ഒരു രാത്രി അവിടെ കിടന്നുറങ്ങിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ദൈവഭൃത്യന്മാർക്കാരുന്ന വാഹനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവഭൃത്യന്മാർ ഉറങ്ങുന്ന മുറികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നാം കയറുന്ന സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നാം കൈകൊടുക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കാരണം അഭിഷേകം ആഴമായി ദൈവം പകരുന്ന ദിവസങ്ങളായത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വന്ന് ഇരുന്ന് താമസിച്ച് ഉപവസിച്ച് പ്രാർത്ഥിപ്പാനുണ്ടെങ്കിൽ, ദൈവഭൃത്യന്മാർ നിങ്ങളെ സഹായിപ്പാൻ ഇതിനകത്തുണ്ട്, ഈ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലുണ്ട്. ദയവായി കടന്നു വരിക.
ഗണിതശാസ്ത്രത്തിൽ ഒരു പങ്കാളിത്തം അനുഭവിപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു. പടകിൽ അവരുടെ പക്കൽ ഒരു അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവരോട്, നോക്കുവിൻ, പരീശരുടെ പുളിച്ചമാവും ഹേരോദാവിന്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. നമുക്ക് അപ്പമില്ലായികയാൽ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് യേശു അറിഞ്ഞു അവരോട് പറഞ്ഞത്, അപ്പമില്ലായികയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്തു? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നതുമില്ലയോ? 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ അവനോട് പറഞ്ഞു. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കൊട്ടി നിറച്ചെടുത്തു? 7 എന്ന് അവർ അവനോട് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? കർത്താവിന്റെ ഗണിതശാസ്ത്രം. ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? യേശു തന്റെ ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുന്ന ഒരു അനുഭവത്തെയാണ് അവർ പറയുന്നത്. 14-ാം വാക്യം, അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു. പടകിൽ അവരുടെ പക്കൽ ഒരു അപ്പം മാത്രം. ഈ യാത്രയിൽ അവരുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട്? ഒരപ്പം. ഈ പടകിൽ ഒരു അപ്പവും ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്യുക. യേശു യാത്രക്കിടയിൽ പറഞ്ഞു, പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിക്കണം. ഈ യാത്രക്കിടയിൽ യേശു പരീശന്മാരുടെ പുളിച്ച മാവ് എന്ന ഉപദേശം പറയുമ്പോൾ തോമാസും മത്തായി യോഹന്നാനും ഫേസ് ടു ഫേസ് നോക്കി പറഞ്ഞു, നമ്മളെ അപ്പം കൊണ്ടുപോരാത്തതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പം എടുക്കാത്തത് കൊണ്ട് കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നു? കുറ്റപ്പെടുത്തുകയാണെന്ന് ആര് പറയുക? ശിഷ്യന്മാര് തമ്മിൽ പറഞ്ഞു. ശിഷ്യന്മാരെ തമ്മിൽ ഇവരുടെ കുറവിനെ പറ്റി പറഞ്ഞപ്പോൾ യേശു പറയാണ്, അതൊന്നുമല്ല ഞാനീ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ഈ പടകിൽ ഒരപ്പം ഉണ്ട്. ഞാൻ ഈ അപ്പത്തെ പറ്റിയല്ല ആഗ്രഹിച്ചത് പറഞ്ഞത്. അപ്പോൾ ഇത് പറയുന്നതിന് തൊട്ടു മുമ്പ് നടക്കുന്ന സംഭവം ഇതാണ്. 7 അപ്പം കൊണ്ട് യേശു എത്ര പേർക്ക് കൊടുത്തു? 4000 അല്ലേ? എന്നിട്ട് ചോദിക്കണം, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പ് 7 അപ്പം കൊണ്ട് എത്ര പേര് പോഷിപ്പിക്കപ്പെട്ടു? 4000. ആ കണക്ക് നിങ്ങൾ എഴുതിക്കേ. അപ്പം 7, പുരുഷന്മാർ എത്രയായിരുന്നു? 4000. അപ്പം 7, പുരുഷന്മാർ തൃപ്തിപ്പെട്ടവർ എത്രയാണ്? 4000 പുരുഷന്മാർ. എത്ര കൊട്ട മിച്ചം വന്നു? 7 കൊട്ട മിച്ചം വന്നു. ബാലൻസ് 7 കൊട്ട. ഇപ്പോൾ ഇവരുടെ പക്കൽ എത്ര അപ്പം ഉണ്ട്? തൊട്ടു മുമ്പ് എന്താ സംഭവിച്ചത്? 7 അപ്പത്തിൽ നിന്ന് 4000 പുരുഷന്മാർക്ക് തൃപ്തി വരുത്തിയിട്ട് 7 കൊട്ട മിച്ചമുണ്ടായതിൽ നിന്ന് എങ്ങനെയാണ് ഇതിൽ ഒന്ന് വന്നത് എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഈ പടകിൽ എത്രയുണ്ട്? ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. 7 കൊട്ട മിച്ചമുണ്ടായത്. പക്ഷേ ആരോ ഒരാൾ ഒരെണ്ണെടുത്ത് എന്ത് ചെയ്തു? പടകിൽ വെച്ചിട്ടുണ്ട്. ഏതോ ഒരു മിടുക്കൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് ഒന്നെടുത്ത് പടകിൽ വെച്ചു. എത്ര മിച്ചം ഉണ്ടായിരുന്നതാ? 7 കൊട്ട. എന്നിട്ട് ഈ മിച്ചം വന്ന സംഭവം 4000 പുരുഷന്മാരെ തൃപ്തിയായത്, ഈ സംഭവങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഇവർ തമ്മിൽ പറയാം, നമ്മുടെ പക്കൽ അപ്പമില്ലാത്തത് കൊണ്ട് യേശു നമ്മളോട് എന്ത് ചെയ്യുക? നമ്മളെ കുറ്റം വിധിക്കുക. അപ്പമില്ലാത്തത് കൊണ്ടാണ് യേശു ഇത് പറയുന്നത്. യേശു പറയണം, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? ഇത്രയും നേരം എൻ്റെ കൂടെ നടന്നിട്ട് നിങ്ങളിത് ഗ്രഹിക്കുന്നില്ലേ? 5 അപ്പം കൊണ്ട് എത്ര പേര് പോഷിപ്പിക്കപ്പെട്ടു? 5000. അത് നിങ്ങൾ എഴുതിക്കേ തൊട്ട് താഴെ. എത്ര പേര് തൃപ്തരായി? 5000 പേര്. എത്ര കൊട്ടം മിച്ചം വന്നു? 12. ഈ 2 കണക്കും കൂട്ടിയിട്ട് യേശു പറയാണ്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? ഇതിൽ നമ്മൾ എന്താ ഗ്രഹിക്കുന്നത്? യേശു ഈ 2 കാര്യം പറഞ്ഞു. ഇപ്പൊ എത്ര ഉണ്ട്? 1. ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇതാ യേശു ചോദിക്കുന്നത്. കർത്താവിന്റെ ഗണിതശാസ്ത്രം നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അല്പം ഒന്ന് ചിന്തിച്ചാൽ ആദ്യത്തെ സംഭവം എങ്ങനെയാണ്? 7 അപ്പം, 4000 പുരുഷന്മാര്, മിച്ചം എത്രയാ? 7 കൊട്ട. 5 അപ്പം, 5000 പുരുഷന്മാര്, മിച്ചം എത്രയാ? അപ്പോൾ അപ്പം കുറഞ്ഞു, 2 അപ്പം കുറഞ്ഞു,
തൃപ്തിയായ പുരുഷന്മാരുടെ എണ്ണം 5000 പേര് തൃപ്തരായി. പിന്നെ മിച്ചമോ? അപ്പൊ എത്ര വ്യത്യാസം ഉണ്ടെന്ന് പറയും. വ്യത്യാസം നമുക്കൊന്ന് എഴുതാം. വ്യത്യാസം 7 മൈനസ് 2 5 അല്ലേ? അല്ലെങ്കിൽ 7 മൈനസ് 5 എത്ര? 2. ഇനി നമുക്ക് ഈ 5ൽ നിന്ന് 2 കുറയ്ക്കാം. എത്ര അപ്പം കുറയും? 2 അല്ലേ? അപ്പൊ ഈ 5 മൈനസ് 2 എത്രയാ? 3. നിങ്ങൾ അടുത്ത കണക്ക് 3 എഴുതിക്കേ. 3. പുരുഷന്മാരുടെ എണ്ണം എത്ര വ്യത്യാസം വന്നു? 2 അപ്പം കുറഞ്ഞപ്പോൾ എത്ര പേര് കൂടുതൽ കഴിച്ചു? അപ്പോൾ 3 അപ്പം ഉണ്ടെങ്കിൽ എത്ര പുരുഷന്മാരെ കഴിക്കും? 6000. 3 അപ്പം ഉണ്ടെങ്കിൽ എത്ര പേര് കഴിക്കും? യേശുവിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. 3 അപ്പം ഉള്ളപ്പോൾ എത്ര പേര് കഴിക്കും? എഴുതിക്കേ. 3 തൃപ്തരാകുന്നവർ എത്ര പേരാ? 6000. ഇനി 2 അപ്പം കുറഞ്ഞപ്പോൾ എത്ര കൊട്ട കൂടുതൽ മിച്ചം വന്നു? അങ്ങനെയെങ്കിൽ ഇതിന് കുറച്ചേ എത്ര മിച്ചം വരും? 17 കൊട്ട. 3 അപ്പത്തിൽ നിന്ന് 6000 പുരുഷന്മാരെ പോഷിപ്പിക്കുകയും 17 കൊട്ട ആര് മിച്ചം വരുത്തും? 3 അപ്പത്തിൽ നിന്ന് എത്ര പേരെ പോഷിപ്പിക്കപ്പെടും? 6000 പുരുഷന്മാരെ പോഷിപ്പിക്കപ്പെടും. എത്ര മിച്ചം വരും? 17 കൊട്ട മിച്ചം വരും. ഇപ്പൊ ഇവരുടെ പക്കൽ എത്രയുണ്ട്? അപ്പോൾ ഒന്നുകൊണ്ട് കർത്താവ് എത്ര പത്രം ചെയ്യും? നിങ്ങൾ ചിന്തിച്ച് എഴുതിക്കേ. ഒന്നുകൊണ്ട് 7000 പുരുഷന്മാർ. 2000 വ്യത്യാസമുള്ളൂ അല്ലേ? ഒറ്റ അപ്പം കൊണ്ട് എത്ര പുരുഷന്മാരെ ജീവിക്കും? 7000 പുരുഷന്മാർ തൃപ്തരാകും. 22 കൊട്ട മിച്ചവും ആര് വരുത്തും? ഇത് യേശു പറയാം. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന്. സിമ്പിളായിട്ട് പറയാം. ഇപ്പോഴും നിങ്ങൾ പത്രോസേ, ഈ ഒരപ്പമേ ഉള്ളല്ലോ, നീ ഇപ്പോഴും എന്റെ ഗണിതശാസ്ത്രം മനസ്സിലാക്കുന്നില്ലേ? ഈ ഒന്നിൽ നിന്ന് എനിക്ക് 22 കൊട്ട മിച്ചം വരുത്തുവാൻ കഴിയും. നമ്മൾ ഇത് വായിച്ചങ്ങ് സിമ്പിളായിട്ട് തള്ളുക. നമ്മൾ പറയും കർത്താവേ ഒന്നേ ഉള്ളൂ, ഈ ഒന്നുകൊണ്ട് എത്ര പേർക്ക് എന്നാ ചെയ്യാനാ? ഇതാണ് കർത്താവിനെ പഠിപ്പിച്ച ആ ഒരു സംഭവം. ഒറ്റയപ്പം 7000 പുരുഷന്മാരെ തൃപ്തിപ്പെടും. 22 കൊട്ട മിച്ചം വരും. ഇപ്പോഴും നിങ്ങൾ ഗ്രഹിച്ചത് എത്ര പേരുണ്ട്? കർത്താവിന് ഒന്നും മതി ഒത്തിരി മിച്ചം വരുത്താൻ. കുറയും തോറും അത്ഭുതത്തിന്റെ വർധനവ്. കുറയും തോറും നിന്റെ കയ്യിലെ അനുഭവം കുറയും തോറും, നിന്റെ കയ്യിലെ കഴിവ് കുറയും തോറും, നിന്റെ കയ്യിലെ പണം കുറയും തോറും യേശു അത്ഭുതമാക്കിയിട്ട് മിച്ചം വരുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് പകൽ നമ്മളിവിടെ കൊണ്ടുവന്നത്. ദൈവം എന്നെ കണക്ക് പഠിപ്പിച്ചിട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവരോട് പറയാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഈ യോഗങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നിന്റെ കയ്യിലുള്ള നിസ്സാരത്തെ യേശു അത്ഭുതമാക്കി മാറ്റുവാൻ പോകുക. നിന്റെ ചെറിയ പ്രാർത്ഥനയെ അനേക പുരുഷന്മാർക്ക് തൃപ്തി വരുത്തുവാൻ, നിന്റെ ചെറിയ ആരാധന, നിന്റെ ചെറിയ വെളിപ്പാട്, നിന്റെ ചെറിയ പ്രവചനം, നിന്റെ ചെറിയ വചനം, നിന്റെ ചെറിയ സുവിശേഷം, ആ ചെറുതിനെ അനേക പുരുഷന്മാർക്ക് തൃപ്തിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നീ ഒരു വ്യക്തിയായിട്ട് ഇവിടെ വന്നുവെങ്കിൽ നിന്നെ കാത്തിരിക്കുന്ന, തൃപ്തിയോടെ കാത്തിരിക്കുന്ന, നിന്റെ വായുടെ വാക്ക് കേട്ടിട്ട് തൃപ്തിയാകുവാൻ, നിന്റെ പ്രാർത്ഥന കേട്ടിട്ട് തൃപ്തിയാകുവാൻ, നിന്റെ വെളിപ്പാട് കേട്ട് തൃപ്തിയാകാൻ കാത്തിരിക്കുന്ന ജനലക്ഷങ്ങൾ നിന്റെ പുറകിലുണ്ട്. എനിക്കൊന്നു മതി 7000 പുരുഷാരത്തിന് കൊടുക്കാൻ. അതിനെ വർദ്ധിപ്പിക്കുവാൻ പോകുകയാണ്. യേശു അതിന് ഉപയോഗിക്കുവാൻ പോകുകയാണ്. നിന്നെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ചെറിയ കഴിവിന്, നിന്റെ ചെറിയ അഭിഷേകത്തെ, നിന്റെ ചെറിയ ശുശ്രൂഷയെ അനേകർക്ക് തൃപ്തി വരുത്തുവാൻ പര്യാപ്തമാകുന്ന വെളിപ്പാടിന്റെ കലവറ ദൈവം ഇവിടെ തുറക്കുവാൻ പോകുന്നു. ഈ അപ്പം ഈ ബാലകന്റെ കയ്യിൽ ഇരുന്നിരുന്നുവെങ്കിൽ, അന്ത്രയോസിന്റെ കയ്യിൽ ഇരുന്നിരുന്നുവെങ്കിൽ ഇതൊരിക്കലും അത്ഭുതമായി മാറത്തില്ലായിരുന്നു. 4000 പുരുഷന്മാരല്ല 5000 പുരുഷന്മാർ തൃപ്തിയാകത്തില്ലായിരുന്നു. 12 കൊട്ടയ്ക്കകത്തും ശൂന്യത ഉണ്ടായാൽ നിറവുണ്ടാകത്തില്ലായിരുന്നു. ഇത് യേശുവിന്റെ കയ്യിൽ വന്നു. യേശുവിന്റെ കയ്യിൽ വന്നപ്പോൾ അപ്പം ഒന്ന് നുറുക്കപ്പെട്ടു. നുറുക്കപ്പെടുന്നത് വേദനയാ. നുറുക്കപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമല്ല. ഉടയുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ല. തകരുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ല. എന്നാൽ നീ ഉടയുമ്പോൾ നിന്നെ കാത്തിരിക്കുന്ന, തൃപ്തിയോടെ കാത്തിരിക്കുന്ന നിന്റെ ഉടച്ചിലകൾ, നിന്റെ തകർക്കലുകൾ, നീ വേദനപ്പെടുമ്പോൾ നിന്റെ വാക്കുകൾ അനേകർ തൃപ്തി അനുഭവിക്കുവാൻ, വേദനപ്പെട്ട നിന്റെ വാക്ക് അനേക കാതുകൾക്ക് തൃപ്തിയാകുവാൻ, വേദനപ്പെട്ട നിന്റെ വെളിപ്പാടുകൾ അനേകർക്ക് തൃപ്തിയാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തകർക്കപ്പെട്ട സഹോദരി, തകർക്കപ്പെട്ട ദൈവദാസ, തകർക്കപ്പെട്ട സഹോദര, ആത്മാവ് വിളിച്ചു പറയുന്നു, നീ തകർക്കപ്പെട്ടത് ജനലക്ഷത്തിന് തൃപ്തിക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക മണ്ഡലത്തിൽ ഈ നിമിഷം മുതൽ
ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിറഞ്ഞു കവിയട്ടെ, നിറഞ്ഞു കവിയട്ടെ, നിറഞ്ഞു കവിയട്ടെ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞ് ഇപ്പോൾ ഇതിന്റെ നടുവിൽ ദൂതന്മാർ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നടക്കുന്നുണ്ട്. അവിശ്വാസമുള്ളവർ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവിശ്വാസത്തിന്റെ ബന്ധനം പൊട്ടി വിശ്വാസത്തിന്റെ ഒരു വലിയ അളവ് ദൈവം നിങ്ങളുടെ മേൽ പകരുവാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. തോകുമാന സകർത്തുന ദികൽക്കര സമാപന സെഷനാകുന്നതിനാൽ പുതിയ ആയുധങ്ങളെ കർത്താവ് അനേകരുടെ പക്കൽ ഏൽപ്പിക്കുന്നു. മൽക്കന ദിയാർത്തുന ദിമാന ഹുർമദുനെ ഉഷസ്തി അസസ്തി അനഹസത്തിരി അവനസ്മേലെ അൽബര ഓർമദുന ദികൽക്കമ ഹുസ്ബനദി അർത്ഥന അബൽവരതി അർത്ഥന ജുമനസമനതി അർത്ഥനത്. ആ മകളെ ദൈവാത്മാവ് തൊടട്ടെ. പ്രവചന വരത്താലവളെ നിറയ്ക്കട്ടെ, രോഗശാന്തി വരത്താലവളെ നിറയ്ക്കട്ടെ. അവൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഭൂതങ്ങൾ അലറി വിളിച്ചോടുന്ന നിലയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക കൃപാവരം അവളുടെ മേൽ വ്യാപരിക്കട്ടെ. മഹിമ അവളെ മൂടുവാൻ ഇടവരട്ടെ. ആത്മീയ കാര്യങ്ങൾ നാം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് തോന്നുവാൻ സാധ്യതയുണ്ട് അർത്ഥശൂന്യമെന്ന്. ഇപ്പോൾ ഇവിടെ അന്യഭാഷ നിങ്ങൾ പറയുന്നു, കൈയിടിക്കുന്നു, നിങ്ങളുടെ മേൽ ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. നിങ്ങൾക്കതിൻ്റെ അർത്ഥം ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അതിനൊരു നല്ല വിശദീകരണം എനിക്ക് പറയാനുള്ളത്, ഏലിശയുടെ അരികിൽ ഇസ്രായേൽ രാജാവ് വന്നു. ഏലിശ അവനോട് എന്താ പറയുന്നത്? നിന്റെ വില്ലെടുത്ത് നിലത്തടിക്കുക. അതുകൊണ്ടാണ് അവൻ 1-2 പ്രാവശ്യം, 3 പ്രാവശ്യം അടിച്ച് അവൻ നിർത്തിയത്. എന്നാൽ പ്രവാചകൻ എന്തു പറഞ്ഞു? നീ കാണിച്ചത് മഹാമഠയത്തരമായി പോയി, നീ കുറേ പ്രാവശ്യം കൂടി അടിക്കേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ നിന്റെ ശത്രു നിശേഷം നശിച്ചു പോകുമായിരുന്നു. ഇവിടെ ഇരുന്ന് നിങ്ങൾ അന്യഭാഷ പറയുന്ന കൈയിടിക്കുന്നു, നിങ്ങൾ അടുക്കളയിൽ നിന്ന് അന്യഭാഷ പറയുന്നു, നിങ്ങൾക്ക് തോന്നി ഇത് അർത്ഥശൂന്യമാണ് എന്ന്. നോ, നിർത്താതൊന്ന് പറഞ്ഞു നോക്കിയേ. വില്ലെടുത്ത് നിലത്തടിക്കുന്നതിന് തുല്യമായിരിക്കും സംഭവം. കണ്ടു നിൽക്കുന്നവർക്കിത് വിവരക്കേടും അർത്ഥശൂന്യവുമാണ്. ആത്മമണ്ഡലത്തിൽ ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഏലിശ പ്രവാചകന്റെ അരികിലിരുന്ന് വില്ലെടുത്ത് നിലത്തടിക്കുമ്പോൾ ദമ്മേശക്കിലെ രാജാവിനെ നീ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ചില ദേശശക്തികളെ ചിലർ കീഴ്പ്പെടുത്തുന്നു. നിന്റെ സഭ അതിന്റെ പുരോഗതിക്ക് തടയുന്ന ചില ശക്തികളെ നീ ഇപ്പോൾ നിശേഷം കീഴ്പ്പെടുത്തുക. നീ തിരുവനന്തപുരത്തു നിന്ന് വന്നിരിക്കുന്നുവെങ്കിൽ, നീ മംഗലാപുരത്തു നിന്ന് വന്നിരിക്കുന്നു, ഉടുപ്പിയിൽ നിന്ന് വന്നിരിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ അവിടെ ഇരുട്ടിന്റെ ശക്തികളെ നീ കീഴ്പ്പെടുത്തുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് കോഴഞ്ചേരിയെ നോക്കി ഇവിടെ നിന്ന് പ്രവചിക്കാൻ പോകുന്നെങ്കിൽ പ്രവചിച്ചു. തിരുവനന്തപുരത്തെ നോക്കി പ്രവചിക്കാൻ പോകുന്നെങ്കിൽ പ്രവചിച്ചു. വില്ലെടുത്ത് നിലപടിച്ചു. നിശേഷം നീ നിന്റെ ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നു. നിലം വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. വിളയുള്ള മാത്രമല്ല, വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. കൊയ്യുവാൻ നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ പക്കൽ കർത്താവ് ഈ തലമുറയിലെ കൊയ്ത്തിന് വേണ്ടിയുള്ള ആയുധങ്ങളെ നൽകുന്നതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതികളെയും രാജ്യങ്ങളെയും അവകാശമായി ചോദിച്ചുകൊള്ളുക. ചോദിക്കുന്നവർക്ക് കർത്താവ് തരാൻ പോകുകയാണ്. പരിശുദ്ധാത്മ ശക്തമായിട്ട് പറയുന്നു, വ്യത്യസ്ത രാജ്യങ്ങളുടെ ഭാഷ ദൈവം ഇതിനകത്ത് പലതിനെ നാവിന്മേൽ കൊടുക്കുകയാണ്. വ്യത്യസ്ത രാജ്യക്കാരുടെ ഭാഷക്കാരുടെ ഭാഷ ഇതിനകത്ത് അമേൻ സ്തോത്രം അമേനോ 1 അല്ല 2 അല്ല അനേക വ്യക്തികളുടെ ഈ സമയം പകരപ്പെട്ടുകൊണ്ടിരിക്കുക. വീണ്ടും കർത്താവിനോട് പറയുന്നു, ചില അന്യഭാഷകൾ പ്രസംഗിക്കാൻ പോകുക. ചില രാജ്യക്കാർക്ക് തിരിച്ചറിയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് ചെയ്തോണ്ടിരിക്കുക. ഹല്ലേലൂയ. അത് വളരെ വ്യത്യസ്തമായ നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നതിന്റെ ഒരു അടയാളമാണ്. ഞാൻ കൊല്ലത്ത് ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ ആത്മസാന്നിധ്യം ആഴത്തിൽ വെളിപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു വാക്ക് പറയാനൊക്കത്തില്ല. ഒരൊറ്റ വാക്ക്, ഒരക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസാന്നിധ്യം മൂലം ജനം ആത്മാവിൽ ആരാധിക്കുകയാണ്. പിന്നെ ഞാൻ പ്രസംഗിച്ചത് ആംഗ്യഭാഷയിലാണ്. വാ തുറക്കാതെ ആംഗ്യഭാഷയിൽ ഒരു 15-20 മിനിറ്റോളം ഞാൻ പ്രസംഗിച്ചു. ഈ ദേവദാസൻ പറഞ്ഞത് അക്ഷരികമായി സംഭവിക്കാൻ പോകുകയാണ്. ഭാഷ ഒരു പ്രശ്നമല്ല, നീ അന്യഭാഷകൾ സംസാരിക്കാൻ പോകുന്നു.
പ്രിയമുള്ളവരെ, നിങ്ങളിൽ പലരും ആംഗ്യഭാഷയിൽ സംസാരിക്കാൻ പോയാണ്. കാരണം നിങ്ങൾ വാ തുറന്നാൽ ജനം ആരാധിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊന്നും പറയാൻ കഴിയത്തില്ല. നീ കൈ കാണിച്ച് പ്രസംഗിക്കാൻ പോകുകയാണ്. ഭാഷകളുടെ മേലുള്ള അധികാരം ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ അസാധാരണമാകുന്ന അഭിഷേകം ഈ സമാപന മിനിറ്റുകളിൽ നമ്മുടെ നടുവിൽ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അട്ടപ്പാടിയിൽ ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദൈവദാസൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ചെക്ക് പോസ്റ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി പിടിച്ചിടും. പോലീസുകാരോട് ഉത്തരം പറഞ്ഞതിന് ശേഷമേ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്കടുത്ത സംസ്ഥാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. എന്നാൽ കാറ്റിനെ ചെക്ക് പോസ്റ്റിൽ തടയാൻ കഴിയത്തില്ല. ഒരു ചെക്ക് പോസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാലും കാറ്റിന് പോലീസുകാരോട് ഉത്തരം പറയേണ്ട കാര്യമില്ല എങ്ങോട്ട് പോകുമെന്ന്. എന്നതുപോലെ ദൈവം ഈ അന്ത്യകാലത്ത് അഭിഷക്തന്മാരെ കൊടുങ്കാറ്റുകളാക്കി മാറ്റുന്നു. നിന്നെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. ഒരു ചെക്ക് പോസ്റ്റിനും ഒരു രാജ്യത്തിന്റെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിനും നിന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത നിലകൾ ഒരു ദിശയിൽ നിന്ന് വേറൊരു ദിശയിലേക്ക് നീ ആഞ്ഞടിക്കുവാൻ പോകുന്നു. അവിടെ എല്ലാ ഫാക്കൽറ്റീസിനെയും കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാണ്. ഭാഷയെ ദൈവം ഉപയോഗിക്കും, അന്യഭാഷയെ ദൈവം ഉപയോഗിക്കും, നിശബ്ദതയെ ദൈവം ഉപയോഗിക്കും, ആംഗ്യഭാഷയെ ദൈവം ഉപയോഗിക്കും, നോട്ടത്തെ ദൈവം ഉപയോഗിക്കും, ഉമ്മനേരിനെ ദൈവം ഉപയോഗിക്കും, നടപ്പിനെ ദൈവം ഉപയോഗിക്കും, നിന്റെ സാന്നിധ്യത്തെ ദൈവം ഉപയോഗിക്കും. നീ ചവിട്ടിയ മണ്ണിൽ ചവിട്ടുന്നവർ വിടുവിക്കപ്പെടുവാനിടവരും, നീ ഇട്ട ഉടുപ്പ് ഇടുന്നവർ വിടുവിക്കപ്പെടുവാനിടവരും. നിന്റെ തൂവാലയെ ദൈവം ഉപയോഗിക്കും. നിന്റെ വീടിനെ ദൈവം ഉപയോഗിക്കും. നീ കുടിച്ച ഗ്ലാസിൽ ആരെങ്കിലും വെള്ളം കുടിച്ചാൽ ആത്മാക്കൾ വിടുവിക്കപ്പെടുവാനിടവരും. നീ പ്രസംഗിച്ച മൈക്രോഫോൺ എടുത്താൽ ചിലർ പരിശുദ്ധാത്മാവിനാൽ നിറയും. എല്ലാ ഫാക്കൽറ്റീസിനെയും ദൈവം ഉപയോഗിക്കാൻ പോകുകയാ. ഈ ആത്മിക വെളിപ്പാട് ഓരോരുത്തരും കത്തിപ്പടർന്ന് അത് അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയിരുന്നു. അവരതിനാലാണ് നിഴലുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കിയത്, ഉറുമാലുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കിയത്, കൈകൊണ്ട് രോഗികളെ സൗഖ്യമാക്കിയത്, വചനമയച്ചു രോഗികളെ സൗഖ്യമാക്കിയത്. ഈ തലമുറയിൽ അഭിഷക്തന്മാർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിരനിരയായി നിന്റെ മുമ്പിൽ വെളിപ്പെടുവാൻ പോകുന്നു. നിന്റെ വിരലുകളിൽ നിന്നും നിന്റെ അധരങ്ങളിൽ നിന്നും വിടുതൽ ഒരുപോലെ വെളിപ്പെടുവാൻ ഇടവരും. നീ ഇരുന്ന കസേരയിൽ ഇരുന്നാൽ ജനം വിടുവിക്കപ്പെടുവാൻ ഇടവരും. നീ നടക്കുന്ന സ്ട്രീറ്റുകൾ വിടുവിക്കപ്പെടുവാൻ ഇടവരും. ഞാൻ ആന്തരിക സൗഖ്യം എന്ന വിഷയത്തിലേക്ക് മടങ്ങി വരും. എന്നാൽ ചില നിമിഷങ്ങൾ ഇപ്പോൾ കർത്താവ് അഭിഷേകത്തിന്റെ ഒരു പകർച്ച ഇവിടെ അയക്കുന്നുണ്ട്. അതിനാൽ അഭിഷേകം എന്നുള്ള വിഷയത്തിൽ ഒരു അല്പസമയം ഞാൻ നിന്നോട്ടെ. ഈ തലമുറ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അഭിഷേകം അഭിഷക്തന്മാരിലും വെളിപ്പെടുവാൻ പോകുകയാണ്. ഓരോ സഹോദരിമാരിലും വെളിപ്പെടാൻ പോകുകയാണ്. ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു. അവിടെ ഒരു വിശ്വാസി പൂർണ്ണ ഗർഭിണിയാകുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവളുടെ പ്രസവം വെള്ളിയാഴ്ച നടക്കാൻ പോവുകയാണ്. കർത്താവേ, ഇവളുടെ പ്രസവം നടക്കുമ്പോൾ അങ്ങനെ ദൂതന്മാരെ അപ്പോയിന്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഇംഗ്ലണ്ടിലും മറ്റും ലേബർ റൂമിൽ ഭർത്താക്കന്മാർക്കും കയറാം. പ്രസവ സമയമായി കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ സമയമായി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് ഒന്ന് പറഞ്ഞ് കയറി വരാൻ പറഞ്ഞു. ഹസ്ബൻഡ് കയറി ചെന്നപ്പോൾ ആ പ്രസവം നടക്കുന്ന സമയത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ തലയ്ക്കൽ കണ്ണു തുറന്ന് താൻ കാണുകയാണ്. തലയ്ക്കൽ ഒരു 6-6.5 അടി ഉയരമുള്ള ഒരു ദൂതൻ നിൽക്കുന്നു. അവിടെ പ്രസവം മുഴുവൻ നടന്നത് ആ ദൂതന്റെ നേതൃത്വത്തിൽ. കുഞ്ഞ് പ്രസവിച്ച കാര്യങ്ങളെല്ലാം പൂർണ്ണമാകുന്നതുവരെയും ഈ സഹോദരൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ദൂതനാണ് നിൽപ്പുണ്ട്. അത് കണ്ണടച്ചൊന്നുമല്ല കണ്ടത്. ആത്മാവിൽ കുറെ നേരം അന്യാസം അറിഞ്ഞിട്ടല്ല കണ്ടത്. നേരെ മുഖാമുഖം കാണുക. അത് ഈ തലമുറയിൽ സാധാരണമാകുവാൻ പോകുന്നു. നിന്റെ പക്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പകർച്ചയെ ഈ പകൽ ഇപ്പോൾ ഈ സമാപന മിനിറ്റുകളിൽ അഭിഷേകത്തിന്റെ ഒരു പകർച്ചയായി അയക്കുന്നു. അവിടെയാണ് ഈ 3 ഘടകങ്ങളുടെയും പ്രാധാന്യം വരുന്നത്. ആത്മാവ്, ജീവൻ, ശരീരം. 3ഉം സംഘടിതമായിട്ടാണ് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ പോകുന്നത്.
പണ്ട് കാലത്ത് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഈ ശരീരം മുഴുവൻ പാവം, ഇത് കൊള്ളത്തില്ല, ഇതിനെ അങ്ങ് ഇടിച്ചൊതുക്കി തകർക്കണമെന്ന്. നോ, അത് ചെയ്യരുത്. ഈ ശരീരമില്ലാതെ നിനക്ക് വസ്തുലോകത്തിൽ പ്രയോജനപ്പെടാൻ കഴിയത്തില്ല. അഭിഷേകം നിന്നിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ അത് നിന്റെ ശരീരത്തിലൂടെ പുറപ്പെടാൻ പോകുന്നത്. ശരീരത്തിൽ എന്തുകൊണ്ടാണ് ശക്തി വ്യാപരിക്കുന്നതെന്നറിയാമോ? കർത്താവ് അത് ഉറപ്പിക്കുകയാണ്. നിന്റെ ശരീരത്തിൽ ശക്തി ഇപ്പോൾ വ്യാപരിക്കും. നിങ്ങൾ പലർക്കുമുള്ള ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ശക്തി, എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ശക്തി നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഈ മതിലൊക്കെ എടുത്തുകൊണ്ട് ഓടാൻ തോന്നുന്നു. നാച്ചുറൽ റിലത്തിൽ നമുക്കത് ബോധ്യമാണ്. നാച്ചുറൽ റിലത്തിൽ നമ്മൾ കാറെടുത്ത് എറിയത്തക്കവണ്ണം നമുക്ക് ശക്തി വ്യാപരിക്കും, നമുക്കറിയാൻ കഴിയും. എനിക്കിപ്പോൾ തോന്നുന്നു ആ കാറൊക്കെ എടുത്ത് എറിഞ്ഞ് അത് നാം ആത്മമണ്ഡലത്തിൽ ഉപയോഗിക്കുവാൻ പോകുന്നു. ഈ തലമുറയിൽ അഭിഷക്തന്മാർ ഒരാളും കൊണ്ട് നടന്നു ചെന്ന് എരിഹോ കോട്ട എടുത്ത് കടലിൽ കയറി യഹോവ ഒരു യുദ്ധവീരനെ പോലെ ഇപ്പോൾ ഇതിന് നടുവിൽ നിൽക്കുകയാണ്. ചില നിയമങ്ങളെ അടിച്ചു പൊളിക്കുവാൻ, ചില അന്യാരാധനകളെ തകർക്കുവാൻ, ചില അന്ധവിശ്വാസങ്ങളുടെ കെട്ടുകളെ പൊട്ടിക്കുവാൻ, ദൈവജനത്തിനും ദൈവരാജ്യത്തിന്റെയും മുന്നേറ്റത്തിന്റെ മുൻപിൽ തടസ്സമായി വ്യാപരിക്കുന്ന അശുദ്ധ ശക്തികൾ കെട്ടിയുയർത്ത കോട്ടകളെ പൊളിക്കുവാൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് മുറിയിലിരിക്കുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ശക്തി ലഭിച്ചിട്ട് കടലാസ് വലിച്ചു കയറുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ശക്തി ലഭിച്ചിട്ട് തലവേദന മാറ്റുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ശക്തി ലഭിച്ചവൻ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്നവനാണ്. യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ലോകത്തിന്റെ Jesus can Father name. Beloved, we are Chinese of the free alienation now with the great stand over. In holy prophecy of the Father name of the great overcentury of the everything lady Father nation now. In pious prophecy of the Father, in poverty of the priest and Avanayava. ഒരു ഭാഷയാ പ്രാപിക്കണമെങ്കിൽ പ്രാപിച്ച ഒരു ഭാഷ വരവാ. In Pavani Kota Freya, Yavati the Pretanava, Yavata Narikiseya, the Padre Fabiana, Aradana Diana Fabia, Dare Bebe. അഭിഷേകമുള്ളവരൊക്കെ ഒന്നിച്ചുകൂടുന്ന ഒരു കാലഘട്ടം സ്വർഗം നൽകുവാൻ പോകുകയാ. അഭിഷേകമുള്ളവർ തമ്മിൽ ബന്ധമില്ലാതെ ഒരു വ്യക്തി പോലും എവിടെയും മുടക്കിക്കിടക്കയില്ലെന്ന് പരിശുദ്ധമാവ് ദൂത് പറയുകയാ. മുസ്ലിം രാജ്യങ്ങളുടെ മേൽ വിടുതല, മിഡിൽ ഈസ്റ്റിന്റെ മേൽ വിടുതല. ദൈവത്തിന്റെ വായ് മനുഷ്യന്റെ വായ് വചനം നാവില്ല. ദൈവത്തിന്റെ വായായി മനുഷ്യന്റെ വായ്, ദൈവത്തിന്റെ വായും മനുഷ്യന്റെ വായും ഒന്നാകാൻ പോകുന്നു. നിന്റെ വായ ദൈവം ഉപയോഗിക്കാൻ പോവുക. നടന്നു പോകുമ്പോൾ കള്ളുഷാപ്പിന്റെ ഉള്ളിലുള്ളവർ മാനസാന്തരപ്പെടുന്ന ദൈവ സാന്നിധ്യം കള്ളുഷാപ്പിലേക്ക് കടന്നു ചെല്ലും. നിനക്കൊരു 10,000 വെളിപ്പാടുകൾ ഉണ്ടെങ്കിലും ആ വെളിപ്പാടുകൾ പറയുവാൻ നിനക്ക് ശബ്ദം വേണം. അങ്ങനെയെങ്കിൽ നിന്റെ ശബ്ദത്തിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കാൻ പോകും. ഇപ്പോൾ നിങ്ങളുടെ ശബ്ദത്തിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ശബ്ദം പുറപ്പെടുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണം. വാതർന്ന് സ്വീകരിച്ചു കൊള്ളണം. നിങ്ങളുടെ ശബ്ദത്തിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കാൻ പോകും. അദ്ദേഹത്തിന്റെ പേര് അനീഷ് മാത്യു. മലയാളത്തിൽ അദ്ദേഹത്തിന് ആ പേര് എഴുതാൻ പഠിപ്പിച്ചത് എന്റെ വൈഫാണ്.
തന്നെ അടുക്കലിരുത്തി ഇന്ന് പോലും തന്നെ വായിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. നിങ്ങൾ കേട്ടോ, ഇംഗ്ലീഷ് ഞാൻ പറയാൻ കേട്ടോ, ആ പ്രൊനൗൺസിയേഷൻ കേട്ടോ. ഇംഗ്ലീഷ് അറിയാവുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ ആ പ്രൊനൗൺസിയേഷൻ കേട്ടോ. ഹിന്ദി പറയുന്നത് കേട്ടോ. ഓരോ ശബ്ദങ്ങളുടെ പേരും അസാധാരണമാകുന്ന അഭിഷേകം വ്യാപരിക്കട്ടെ. നിൽക്കുന്ന സമയത്തേക്ക് നിങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ ആഴം വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷ മറന്നുപോയി പറയാതെ നിങ്ങൾ മറ്റു ഭാഷകൾ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അളവിലേക്ക് ദൈവാവസ്ഥകളെ മാറ്റുന്നു. എഴുതപ്പെടാത്ത അപ്പോസ്തല പ്രവൃത്തിയുടെ ബാക്കി അധ്യായങ്ങൾ എഴുതപ്പെടുന്ന ഒരു തലമുറയായി ഈ അന്ത്യകാല ഉണർവിന്റെ അഗ്നി ഇവിടെ ഓരോരുത്തരുടെ മേലും പകരപ്പെടുമ്പോൾ വിശേഷാൽ ഓരോ അധരങ്ങളിൽ നിന്നും ശബ്ദത്തിൽ നിന്നും അഭിഷേകവും ശക്തിയും പുറപ്പെടുവാനിടവരട്ടെ. ഓരോ ശബ്ദത്തിന്റെ മേലും ഓരോ വ്യക്തിയുടെ ശബ്ദത്തിന്റെ മേലും ഇപ്പോൾ തന്നെ ശക്തി. വലിയ സാന്നിധ്യമുള്ള ഇടം വിട്ട് വേഗത്തിൽ ആരും പോകാൻ ശ്രമിക്കണ്ട. ആമേൻ. ഉപ്പിൽ കിടക്കുന്ന മാങ്ങ, ആ ഉപ്പുമാങ്ങ അതിനകത്ത് കിടക്കുന്തോറും ആ ലായനയുടെ രസം അതിനനുഗ്രഹമായി തീരുന്നത് പോലെ ഈ സാന്നിധ്യത്തിൽ നീ വെറുതെ ഇരുന്നാ മതി. ഇവിടെ വേണേ ഇരുന്ന് ഉറങ്ങിക്കും. ഉറങ്ങിയാൽ നീ അനുഗ്രഹം പ്രാപിച്ച ഇതിന്റെ അകത്തൊന്ന് പുറത്തിറങ്ങുന്നു. അതുകൊണ്ട് ഇരിക്കാൻ കഴിയുന്നിരുന്നു. പത്രോസിന്റെ ശബ്ദത്തിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ റേഞ്ച് എന്തായിരിക്കും? അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ സൗണ്ട് സിസ്റ്റത്തിന്റെ സഹായത്തോടുകൂടെ നിന്റെ ശബ്ദം പുറപ്പെട്ടാൽ 10 കിലോമീറ്റർ ദൂരെ ഒരുവൻ നിന്റെ ശബ്ദം കേട്ടാൽ അവന്റെ മേലുള്ള കെട്ട് അവിടെ പൊട്ടണം. ഇപ്പോൾ അത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ വാവിസ്താരത്തിൽ തുറക്കുക. ഞാൻ അവരെ നിറയ്ക്കും. ശബ്ദത്തിന്റെ ഗൗരവമാണ് നമുക്ക് യോഹന്നാൻ 11 കാണുവാൻ കഴിയുന്നത്. ലാസറിന്റെ കല്ലറയുടെ അരികിൽ വന്നതിന് ശേഷം ലാസറേ പുറത്തു വരിക എന്ന് യേശു ഉറക്ക വിളിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ഉറക്ക വിളിച്ചു. യേശുവിന് ഉറക്ക വിളിക്കുവാൻ കഴിയുമെങ്കിൽ നിന്റെ വായ കർത്താവ് തുറക്കാൻ പോകുകയാണ്. കട്ടികൂടിയ ചില കാര്യങ്ങൾ കേട്ടു. നീ ചില മോർച്ചറികളുടെ മുന്നിൽ നിന്ന് ഉറക്ക വിളിക്കുമ്പോൾ മോർച്ചറികളിൽ കിടക്കുന്ന ശവങ്ങൾ എല്ലാം എഴുന്നേറ്റ് വരും. ദൈവാത്മ നിയോഗമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ പോകുന്നു. തയ്യാറായിക്കൊള്ളണം. മുഴുരാത്രി നീ പ്രസംഗിക്കുവാൻ ദൈവം നിന്നെ അധികാരപ്പെടുത്തും. വൈകുന്നേരം 7 മണിക്ക് നീ തുടങ്ങിയാൽ രാവിലെ 5 മണിയായാലും അവസാനിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ അസാധാരണമാകുന്ന ആത്മശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കും. ഈ ഓരോ കരങ്ങളും അഭിഷേകമുള്ള കരങ്ങളായി തീരട്ടെ. ശക്തി പുറപ്പെടുന്ന കരങ്ങളായി തീരട്ടെ. ഇപ്പോൾ അതിനടയാളമായി ഈ കൈകളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തട്ടെ. നീ പെടുമ്പോൾ ഇപ്പോൾ തന്നെ ശക്തി നിന്നിൽ നിന്ന് പുറപ്പെടുവാനിടവരട്ടെ. നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചു, വർഷങ്ങൾ നഷ്ടമായി, കഴിഞ്ഞ നാളുകളിൽ വേണ്ടവണ്ണം പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞില്ല. 20 വർഷം നിനക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ ഇന്നു മുതൽ 20 വർഷം കൊണ്ട് നീ നേടേണ്ട കാര്യങ്ങൾ 2 വർഷം കൊണ്ട് നേടാൻ പോകുന്നു. 2000 വർഷം കൊണ്ട് ഇന്ത്യൻ സഭ നേടേണ്ടത് വരുന്ന ചില വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ പോകുകയാണ്. അതിന് ദൈവം നിന്നെയാണ് കണ്ടിരിക്കുന്നത്. ഈ സഭയിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടിനി വിശ്വസിക്കത്തില്ലെന്നുണ്ടെങ്കിൽ ദൈവം കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കും. ആയിരക്കണക്കിന് ദൂതന്മാർ ഇതിനു ചുറ്റും ഇതിന്റെ നടുവിലുണ്ട്. ആത്മശക്തിയുടെ പകർച്ചയുള്ള രാത്രിയാണ്. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തൊരു വാതിൽ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറന്നിരിക്കുകയാണ്. ഈ വാതിൽ എന്തുകൊണ്ടാണ് ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തത് എന്നറിയാമോ? അതിന്റെ തൊട്ടു മുൻപിൽ എഴുതിയിട്ടുണ്ട്, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലുള്ള യേശുവാണ് തുറന്നിരിക്കുന്നത്. പേടമാൻ കാൽ പോലെ, മാൻപേട കാൽ പോലെ ആ കാലുകൾ ശക്തി പ്രാപിച്ച് അവൻ ചാടി എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചാടി എഴുന്നേൽക്കട്ടെ. പിതാവേ, യേശുവിൻ
യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ഇന്ന് രാത്രി ശക്തിയെ പകർന്നു, അഭിഷേകത്തെ പകർന്നു, അധികാരത്തെ പകർന്നു. ഇവിടെ കടന്നു വന്നത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പുതിയ തുടക്കത്തിന് കാരണമായിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തൊരു വാതിലാണ് വേണ്ടി തുറന്നു പഠിക്കുകയാണ്. ഭൂലോകമുണ്ടായിരുന്നതിൽ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കൈകളാൽ സംഭവിക്കുവാൻ പോകുന്നു. ആധാരം ആട്ടി പുറപ്പെടുവിക്കുന്ന ഫലങ്ങളായി തീരുന്നു. ഇന്ന് രാത്രിയിൽ ഈ വർഷവും പ്രാർത്ഥനയുടെ സമയത്ത് അന്ന് പകരുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇപ്പോൾ ഇവരുടെ മേൽ പകരണമേ. ചെറുപ്പം മുതലുള്ള രോഗമാണ്. ഇന്ന് രാത്രിയിൽ ആ ബന്ധനം കത്തിപ്പോയിരിക്കുകയാണ്. വിശ്വാസമുള്ളവർ പ്രതികരിക്കുവാൻ, കൃപയുള്ളവർ പ്രതികരിക്കുവാൻ. 4 വർഷത്തോളമായിട്ട് ഇദ്ദേഹത്തിന് നട്ടലിന് വേദനയുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഒത്തിരി മരുന്നുകൾ കഴിച്ചു. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ വന്ന് സൗഖ്യം പ്രാപിച്ചു. ഇത് സാധാരണ രോഗമല്ല, ഈ നട്ടലിന് തേയ്മാനത്താൽ സംഭവിച്ച രോഗമാണ്. കഴുത്ത് തിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഒന്ന് തിരിച്ചിപ്പം യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. സർവശക്തനായവൻ. ഇപ്പൊ പറയുന്നു പുതിയത് ഉറങ്ങിയിട്ട് വർഷങ്ങളായി. അയ്യോ, ഒരത്ഭുതം! ഇന്നലെ രാത്രിയിൽ ആദ്യമായിട്ട് കർത്താവിനാൽ ഉറക്കം ഭാര്യയുടെ സഹായമില്ലാതെ തിരിഞ്ഞു കിടക്കുവാൻ കഴിയാത്ത ഈ വ്യക്തി, ശരീരം മുഴുവൻ വേദന അനുഭവിച്ച വ്യക്തി, ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഏറെ നേരം ഇരിക്കുവാൻ പറ്റാത്ത വ്യക്തി, നട്ടലിന് തേയ്മാനമുള്ള വ്യക്തി, കഴുത്തി തിരിക്കുവാൻ കഴിയാത്ത വ്യക്തി, ഉറങ്ങാൻ കഴിയാത്ത വ്യക്തി, ടോയ്ലറ്റിലിരിക്കുവാൻ കഴിയാത്ത വ്യക്തി. പിതാവേ, ഈ മകന് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി ഇതാണ് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ചിരി. വർഷങ്ങളായി മനസ്സ് തുറന്ന് ചിരിച്ചിട്ടില്ലാത്ത വ്യക്തിക്ക്, പെന്തിക്കോസുകാരാ, നിനക്ക് 40 വർഷമായിട്ട് ചിരി വേണ്ടായെങ്കിൽ മനസ്സ് തുറന്ന് ചിരിക്കാത്തവർക്ക് കർത്താവ് ചിരി നൽകും. ഇങ്ങനെ കുനിയാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. വർഷങ്ങളായിട്ട് ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും പറ്റിയല്ലായിരുന്നു. ഞങ്ങൾക്കറിയാത്ത ദിവസങ്ങളില്ല. അത് തലതിരിച്ച് ഞങ്ങളെ ഒന്ന് നോക്കാൻ. ഇത് രണ്ടൊരു രസകരമായ കാര്യം. പുള്ളിക്കാരി കരയുന്നു, ഈ ദാസൻ ചിരിക്കുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദീർഘനാളുകളായിട്ട് വലിയന്റെ രോഗമുണ്ടായിരുന്നു. ആമേൻ. കഴിഞ്ഞ 6 മാസമായിട്ട് ശക്തമായിട്ട് ഈ സഹോദരി അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. എന്നാൽ ഈ ആരാധനയുടെ നടുവിൽ അസാധാരണ ശക്തി മകളുടെ മേൽ വന്നു. ശരീരം മുഴുവൻ വേർത്തു. മകൾ പറയുന്നത് മകൾ സൗഖ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഈ മകൾ പ്രാപിച്ചിരിക്കുന്ന അത്ഭുത സൗഖ്യം, ആ വലിയ രോഗത്തിൽ നിന്നുള്ള വിടുതൽ എന്നേക്കുമായി നിലനിൽക്കട്ടെ. അവൻ ഈ ബ്രദറിന് ചില നാളുകൾ, എത്ര 2 വർഷം അല്ലേ, 2 വർഷമായിട്ട് ഈ കാലിന്റെ ഇവിടെ നീര് വന്നിട്ട്, ഈ കാലിന്റെ ഭാഗത്ത് നീര് വന്നിട്ട് പോയത്. ഈ നീര് വന്ന്, ഈ അടുത്തിടയിൽ നീര് വന്നിട്ട് ഈ നട്ടലിന് പ്രോബ്ലം ഉണ്ട്. ചാടാനൊക്കത്തില്ല. പിന്നെ ഒരു ഫർലോങ്ങിൽ കൂടുതൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തെറ്റും. നിന്ന് മാത്രമേ അദ്ദേഹം നടക്കുകയുള്ളൂ. കുഴ തെറ്റിപ്പോകും. ഇന്നലെ ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇതൊരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. കർത്താവേ, ഞാൻ വളരെ ഉയരത്തിൽ ചാടിയിട്ടുള്ളതാണല്ലോ, എനിക്കൊന്ന് ചാടാനൊരു ഭാഗ്യം ലഭിക്കുമോ എന്ന് പ്രാർത്ഥിക്കുകയും നാം എല്ലാം ചാടി ആരാധിക്കുന്നതും അദ്ദേഹം ചാടി ആരാധിക്കുന്നു. ആ നീരും അപ്രത്യക്ഷമായി. നടക്കുന്നുണ്ടോ, കുഴ തെറ്റുന്നുണ്ടോ? ഇല്ല, ഇന്നലെ മുതലില്ല. ചാടി ആരാധിക്കും. ഒന്ന് ഓടിയിട്ട് വരാം, പുറകെ വരെ ഒന്നൊന്ന് പോയി.
നിങ്ങൾക്ക് അവസരമുണ്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. രാത്രിയിൽ ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ലാത്തവർ പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും എന്റെ നടുവിലുണ്ടെങ്കിൽ രാത്രി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നതിൽ കരം നല്ലതുപോലെ ഉയർത്തിപ്പിടിക്കുക. ഇത് നിനക്കുള്ള അവസരമാണ്, നഷ്ടപ്പെടുത്തരുത്. നല്ലവണ്ണം ഉയർത്തിപ്പിടിക്കുക. കണ്ടോ, മലയാളത്തിൽ ചോദിക്കുന്നത് മറുപടി അന്യഭാഷയിലാണ്. എന്താ സംഭവിക്കുന്നത്? സാക്ഷ്യം പറയാം. ഇന്നിവിടെ പറഞ്ഞതാ, ചില സമയത്തേക്ക് മലയാളം മറന്നു, മറുപടി പറയാൻ പോലും കഴിയാത്തത് അന്യഭാഷ വന്നുകൊണ്ടിരിക്കും. ആ കുട്ടിയോട് ചോദിച്ചിട്ട് മറുപടി അന്യഭാഷയിലാണ് അവർ മറുപടി പറയുന്നത്. ഈ പ്രിയപ്പെട്ടവൾ എടുത്തിരിക്കുന്ന, ഈ മകൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ സ്വർഗം മാനിക്കണമേ. ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടട്ടെ, ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടട്ടെ. അടിസ്ഥാനങ്ങൾ ഇടിഞ്ഞു കിടക്കുന്ന ചില കുടുംബങ്ങൾ ഇതിന്റെ നടുവിലുണ്ട്. ആ കുടുംബങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം ആ കുടുംബങ്ങളെ വീണ്ടും പണിയുവാൻ ആഗ്രഹിക്കുന്നു. തീരുമാനത്തിൽ സ്വന്തം മാനിക്കണം. പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ സ്നാനപ്പെടുവാൻ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ സ്വന്തം മാനിക്കണം. ഈ പൈതലെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ സ്വന്തം മാനിക്കണം. ഞങ്ങളുടെ അത്ഭുത പ്രവൃത്തി പൈതലുകൾ വെളിപ്പെടുവാൻ ഇടവരട്ടെ. ഈ സഹോദരി എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ സ്വന്തം മാനിക്കണമേ. മോൾ ഈ സഹോദരി പറയുന്നു, കർത്താവ് നിന്നെ നിറയ്ക്കും. നീ കരമടിച്ച് ദൈവത്തെ സൂക്ഷിച്ച് പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. പരിശുദ്ധാത്മ ശക്തി മകളുടെ മേൽ വ്യാപരിക്കട്ടെ. നാമത്തിൽ ഈ മകളുടെ മേൽ പകർന്നിരിക്കുന്ന അത്ഭുത പകർച്ച അനേക നാളുകൾ കാത്തിരുന്ന് ലഭിച്ചത് ഏറ്റവും ശ്രേഷ്ഠ